ഇതെന്റെ സീറ്റാണ്. വീട്ടിൽ നിന്ന് കൊണ്ടെന്നാ? ഇത് എന്റെ പേരിൽ ബുക്ക് ചെയ്ത സീറ്റാണ്. ഓഹോ, എന്തെങ്കിലും കാണാണ്ട് അല്ല പോയല്ല. ഈ സീറ്റിൽ എവിടെയാണ് തന്റെ പേര് എഴുതി വെച്ചങ്ങനെ നോക്കിയതാ? അതെ ശരി, എന്റെ പേരെഴുതി ചാർട്ട് പുറത്തിരിപ്പുണ്ട്. പുറത്തിരുന്നോന്ന് ആണോ? അയ്യോ, ഇവിടെ പുറത്ത് വാ. എടോ, ബെൽറ്റ് ഇട്ടിരിക്കണ 5-6 വർഷമായിട്ട്. അയ്യോ, ഒരു വകതിരിവില്ലാത്ത മലയാളി. ഏതോ സ്വപ്നം പോൽ മഴവിൽ തിരി നീട്ടിയ പോലെ ആരോ ആരോ നീ. ഓഹോ, കഞ്ചി ഞാനെവിടെയാ? സോറി. മലയാളിയാ? മലയാളിയാണല്ലേ? ആ, അതാ സഹായിച്ച ആളെ പിടിച്ച് താഴേക്ക് വലിച്ചിട്ടത്. റിയലി സോറി. സോറിയല്ല, കീറി. അപ്പോൾ മൊത്തം കീറി. എവിടെ? ഇവിടെ നോക്കടാ, എന്തൊക്കെയായിരുന്നു ഇവിടെ. കമോൺ കമോൺ എവരിബഡി കം ഫാസ്റ്റ് കംഫർട്ട് സ്റ്റേഷൻ. ഞാൻ അറിയാൻ മേലായിട്ട് ചോദിക്കുക, ഈ റോട്ടിൽ കൂടി പോണ പെമ്പുള്ളരെ മുഴുവൻ ട്രെയിനിൽ വലിച്ചു കയറ്റാൻ നീ ആരാ? ഷാറുഖ് ഖാനാ? കൈവിട്ടിട്ട് മാറിക്കടാ. കുട്ടി, ഞാനാണ് ട്രെയിനിന്റെ ചങ്ങല വലിച്ചു നിർത്തിയത്. കുട്ടി അകത്തേക്ക് കയറിക്കോളൂ, കയറിക്കോളൂ. താങ്ക് യു. ആ, മലയാളി അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റി. അതെ, നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ഞാൻ ട്രെയിനിന്റെ ചങ്ങല വലിച്ചു നിർത്തിയത്. എനിക്ക് എന്റെ നാട് വരെ എത്തുമ്പോഴത്തേക്ക് ഒരു നേരം പോക്ക് വേണം. ജസ്റ്റ് ഫോർ എ ടൈം പാസ്. കിട്ടാ? പറയരുത്, പ്ലീസ് പറയരുത്. എനിക്ക് എന്തെങ്കിലും ഒരു നേരം പോക്ക് വേണ്ടേ? അല്ലാതെ അകത്തിയകത്ത് തരാം. ഞാൻ അകത്താക്കി തരാം. ട്രെയിനകത്ത് പ്ലീസ് പ്ലീസ് പറയരുത്, പറയരുത്. आपको मालूम है कौन से खींचा? मुझे पता नहीं, मगर एक आदमी इधर से भाग के चला गया. साले चल. എന്തേടോ? ആ, എന്നെ വരയ്ക്കാൻ തോന്നണം. അയ്യോ. എന്റെ ദൈവം, ഇതെന്തേ വരച്ചു വെച്ചേക്കണത്?
കറക്റ്റ് ആണിത്. ആ കൈ എങ്ങനെ പിടിച്ചത്? ഇങ്ങനെ കറക്റ്റ് കറക്റ്റ് അങ്ങനെ തന്നെയാണ് ഈ പടം. അതെടുക്കരുത്, അത് ഞാനാണ്. അല്ല ഞാനല്ല. കറക്റ്റ് ആണ്, താൻ തന്നെയാണ്. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ സീറ്റിലിരിക്കുന്ന സുന്ദരിയായ യുവതി ഇയാളെ നോക്കി വരച്ച ചിത്രമാണിത്. എങ്ങനെയുണ്ട്? അയ്യോ, ദേഖോ ദേഖോ, യേ ഉസ്കാ ചഹരാ ഹൈ, ബന്ദർ ഹൈ ബന്ദർ. അതേ കണ്ണുകൾ, അതേ മൂക്ക്, അതേ ചെവി, അതേ ചുണ്ട്. എന്റെ പൊൻ. ആ കുട്ടി ഇത്രയും വലിയ കലാകാരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ആ മുഖം അങ്ങനെ തന്നെ ഒപ്പി വെച്ചേക്കണത്. ഒളിച്ചിൻ ചെയ്ത് വെച്ച പാല് പോലും കണ്ടുപിടിച്ചില്ലേ? കൺഗ്രാറ്റുലേഷൻ. തരില്ല. ഓക്കെ. അയ്യോ വേണമെങ്കിൽ പോവാണോ? അതെ, ഒന്ന് നിന്നേ, ഒന്ന് നിക്കൂ. അയാള് പറയുന്ന കേട്ട് വിഷമായോ? കുട്ടിയെ മീറ്റ് ചെയ്തപ്പോ മുതല് ഞാൻ വെറുതെ ഫൂളായിക്കൊണ്ടിരിക്കും. ഞാൻ കരുതി ജന്മന ഫൂളാണെന്ന്. സോറി, ഞാൻ ചുമ്മാ പറഞ്ഞതാ. യു ആർ റിയലി സ്മാർട്ട്. പക്ഷേ ഒരു സംശയം, ആ, എന്നെ വരച്ചപ്പോ കൊരങ്ങിനെ പോലെ വന്നെന്താ? കൊരങ്ങിനെ നോക്കി വരച്ച കൊരങ്ങിനെ പോലെയല്ലേ വരുള്ളൂ. അപ്പോ എന്നെ കണ്ട കൊരങ്ങിനെ പോലെ ഉണ്ടോ? അയ്യോ, ഞാൻ ദാ ആ കൊരങ്ങിനെ നോക്കിയാ വരച്ചത്. ആ, ആ? ആ, ഛെ, ഞാൻ തെറ്റിദ്ധരിച്ചു. ഇങ്ങനെയുണ്ടോ മനുഷ്യര്? എന്റെ രാമ. രാമാന്നോ? എന്റെ പേരറിയോ? അയ്യോ, ഞാൻ ഈശ്വരനെ വിളിച്ചതാ. ഓ, എന്റെ പേര് രാമൻ എന്നാ. ആ, മുഴുവൻ പേര് രാമചന്ദ്രൻ. അത്രയ്ക്ക് അടുപ്പുള്ളവരെന്നെ രാമു എന്ന് വിളിക്കും. എങ്കിൽ ഞാൻ രാമു എന്ന് വിളിക്കാം. എത്ര പെട്ടെന്നാ നമ്മൾ തമ്മിൽ അടുത്തത് എന്റെ കൃഷ്ണ. കൃഷ്ണന്നോ? ഇയാൾക്ക് എന്റെ പേരറിയോ? ആ, ഞാനും ഈശ്വരനെ വിളിച്ചതാ. ഓ, എന്റെ പേര് കൃഷ്ണ എന്നാ. മുഴുവൻ പേര് കൃഷ്ണേന്ദു. ഓ. കൂടുതൽ അടുപ്പമുള്ളവര് കൃഷ്ണ എന്ന് വിളിക്കും. എങ്കിൽ ഞാനും കൃഷ്ണ എന്ന് വിളിക്കും. ഷോർ. ഹലോ. ഹലോ. ഈ PhD എന്ന് പറഞ്ഞ പവർ ഹൗസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് എനിക്കറിയൂ. ഇത്രയും വിദ്യാഭ്യാസം എനിക്കില്ല. പിന്നെ എന്റെ കാര്യം എന്ന് വെച്ചാല് പൂന സിറ്റിയിലെ തിരക്കറിയാലോ. ഒരു ദിവസം സൈക്കിളില് 100 ചാക്ക് ബിരിയാണി അരി എത്തിക്കണം. ആ, പഴയ പോലെ ഒന്നുമല്ല, ഭയങ്കര കോമ്പറ്റീഷനാ. ഇനിയിപ്പോ ഒരു ഓട്ടോറിക്ഷ ഇല്ലാണ്ട് പിടിച്ചിരിക്കാൻ പറ്റില്ല. പേടിച്ച് നിൽക്കണമെങ്കിൽ ഓട്ടോ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു വടിയായാലും മതി. എന്റെ പോടും. ഓ, ഇപ്പൊ എവിടെ പോകുന്നു? രാമപുരം. ആഹാ, എന്റെ വീട് രാവണപുരത്താ. അതിനടുത്തായി രാമപുരം. അപ്പോ നമ്മൾ രണ്ടുപേരും ഒരു സ്റ്റേഷനിൽ ഇറങ്ങുന്നേ. ആഹാ, ഞാൻ ഓർമ്മ വെച്ചിട്ട് ഇവിടേക്ക് ആദ്യമായിട്ടാ. ഈ 2 ഗ്രാമങ്ങൾക്കും കൂടി ഒരു റെയിൽവേ സ്റ്റേഷൻ, ഒരു കോവിൽ. ഗ്രാമങ്ങൾ തമ്മിൽ കോവിലിന്റെ പേരിലുള്ള അവകാശ തർക്കം ഇന്നും ബാക്കിയാ. ഓ, അത് പോട്ടെ, എന്തിനാ പോകുന്നേ? അവിടുത്തെ പോസ്റ്റ് ഓഫീസ് വരെ ഒന്ന് പോണം. അതെന്താ പൂനെയിൽ പോസ്റ്റ് ഓഫീസ് ഇല്ലേ? കളിക്ക് കളി 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 കളി. അവിടുത്തെ പോസ്റ്റ് ഓഫീസില് അച്ഛനും അമ്മയും എന്റെ ചെറുപ്പത്തില് എന്റെ പേരിൽ കുറച്ച് പൈസ ഇട്ടുണ്ടായിരുന്നു. ആഹാ, അതിപ്പോ പെരുത്ത് വലിയൊരു തുകയായിട്ടുണ്ടാവും. പിന്നെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയ ഞാൻ ലക്ഷപ്രഭുവാ, ലക്ഷപ്രഭു. ആ പോസ്റ്റ് ഓഫീസ് കത്തി പോവാതിരുന്നാ മതിയായിരുന്നു.